നീ എത്ര വരെ പഠിച്ച്? 2ാം ക്ലാസ് വരെ. 2ാം ക്ലാസ് വരെ പഠിച്ചപ്പോഴേക്കും വീട് ജപ്തി ചെയ്ത? ഒരു മോൻ 2ാം ക്ലാസ് തന്നെ 15 കൊല്ലം പഠിച്ച ടാറ്റ വരെ തെണ്ടി പോവും. വെറുതെ അല്ല എന്റെ അമ്മേനെ പഠിപ്പിക്കാതിരുന്നത്, വീട് പോയാനേ. ഞാൻ പറഞ്ഞു തരാം. അവിടുന്ന് ഹലോ എന്ന് പറയുമ്പം എടാ തിണ്ടി നക്കി കഴിവേറി പിശുക്കൻ തോമ ഉണ്ടോടാ അവിടെ നിന്ന് ചോദിക്കണം. അതെന്റെ അച്ഛനാ. അച്ഛനാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിന് ഞാനല്ലല്ലോ, കിഡ്നാപ്പറല്ലേ വിളിക്കുന്നത്. അയ്യോ, ഇങ്ങനെ പെമ്മക്കൾ ഉണ്ടാവാനേ പുണ്യം ചെയ്യണം. സസ്പെൻഷൻ പോരാ, തല്ലിപ്പൊളി വണ്ടിയാണ്. മാതാജച്ച് വിളിക്കായിരുന്നു. ഇല്ലെങ്കി വേണ്ട, പെണ്ണ് കിട്ടിയില്ലെങ്കിൽ കിട്ടണ്ട. പെണ്ണ് കെട്ടിയിട്ടല്ലോ ഇന്ത്യൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒന്നും നാട് ഭരിക്കണേ. ഇനി ഞാനങ്ങനെ പെര നിറഞ്ഞ് നിന്ന് പോവാണെങ്കിൽ അങ്ങോട്ട് പോട്ടെ. അങ്ങനെ പോവോ? ഇല്ലാത്ത ദുശീലങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഒന്ന് വെറുതെ എഴുതണം. ഇവൻ ആരാന്നാ നിന്റെ വിചാരം? ചെറുപ്പത്തിൽ എന്നെ വലിപ്പിച്ച് മൂക്കിക്കൂടെ പുറവിടാൻ പഠിപ്പിച്ച എന്റെ ആശാനാ മുസ്തഫ. നീ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിക്കേ. തന്റെ അപ്പന്റെ മടിയിൽ എത്തിയാണോ എനിക്ക് പേരിട്ടത്? നീ എടി പൊടിന്നൊക്കെ വിളിക്കാൻ. സോറി സോറി. എന്താണാവോ അവിടുത്തെ പേര്? എലിയാന. എലിയാന. തന്ത അറിഞ്ഞിട്ട് തന്നെ എലിയുടെ കടിയും ആനയുടെ ചവിട്ടും. നീ പോടാ ഒട്ടാതലേ. നിന്നെ ഞാൻ തുപ്പരുത്. എലിക്കും ആനയ്ക്കും കൂടെ എത്ര രൂപ വേണം? എന്റെ അച്ഛന്റെ ഇന്ന് നിങ്ങൾ എന്ത് വാങ്ങിച്ചോ അതെനിക്ക് മടക്കി തരണം. നിന്റെ അച്ഛൻ 2 മാങ്ങാണ്ടേ ഞാൻ പറയല്ലോ. அந்த பொண்ணு யாரு? அந்த பொண்ணாണ് இந்த ஆளிന്റെ ஒரிஜினல் பொண்டாட்டி. என்ன சொல்றீங்க? உண்மை சொல்றேங்க. എത്ര രൂപയാടാ ഇതിന്? ചേച്ചി ഇത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, 3000 രൂപയാവും. സുഖു ആ കൊറേക്കടാ കൊറക്കടാ. 2000. ഇതിന് 2000 വേണോടാ? 1500. 1500 1500 രൂപ വേണോടാ? 1000. 1000 വേണ്ട. 500 വേണ്ട. ഇത് കണ്ടിന്യൂ ആണെന്നുണ്ടെങ്കിൽ ഞാൻ 1 രൂപയില്ലാതെ ഈ സാധനം ഇവിടെ തന്നിട്ട് പോണ്ടി വരും. എനിക്കറിയാം നീ 1 രൂപ ഇല്ലാതെ ഈ സാധനം ഇവിടെ തരുമെന്ന്.